ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈനിക സാങ്കേതികവിദ്യയുടെ കരുത്ത് വിളിച്ചോതി ഉത്തര കൊറിയ നടത്തിയ പുതിയ ആയുധ പരീക്ഷണങ്ങൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറും ആയുധ പ്രകടനം എന്നതിലുപരി ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഉത്തര കൊറിയ കൈവരിച്ച വിപ്ലവാത്മകമായ മുന്നേറ്റമാണ് ഈ പരീക്ഷണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും മാറി സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ സ്മാർട്ട് യുദ്ധതന്ത്രങ്ങളിലേക്ക് ഉത്തര കൊറിയ ചുവടുമാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുതിയ പരീക്ഷണങ്ങൾ നൽകുന്നത്. കാർബൺ ഫൈബർ ബോംബ്, ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങൾ, ക്ലസ്റ്റർ വാർഹെഡുകൾ എന്നിവ ഉൾപ്പെടുന്ന ഈ പരീക്ഷണങ്ങൾ കേവലം ഒരു ശക്തി പ്രകടനമല്ല, മറിച്ച് ആഗോള വൻശക്തികൾക്ക് നൽകുന്ന കൃത്യമായ താക്കീതാണ്. ഈ പരീക്ഷണങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം കാർബൺ ഫൈബർ ബോംബുകളാണ്. ഇവയുടെ പ്രവർത്തന രീതി പരമ്പരാഗത ബോംബുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ ബോംബുകൾ മനുഷ്യജീവനും കെട്ടിടങ്ങൾക്കും നാശമുണ്ടാക്കുമ്പോൾ കാർബൺ ഫൈബർ ബോംബുകൾ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുകയും അന്തരീക്ഷത്തിലേക്ക് ആയിരക്കണക്കിന് അതിസൂക്ഷ്മമായ കാർബൺ നൂൽത്തണ്ടുകൾ പടർത്തുകയും ചെയ്യുന്നു. അതിജാലകതയുള്ള ഈ കാർബൺ നാരുകൾ ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലും പറ്റിപ്പിടിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ വൻതോതിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതിലൂടെ ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ തന്നെ ഒരു വലിയ നഗരത്തെയോ വ്യവസായ മേഖലയോ പൂർണ്ണമായും നിശ്ചലമാക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കും. വൈദ്യുതി നിലയ്ക്കുന്നതോടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, ജലവിതരണം, ഗതാഗതം, ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം തകരാറിലാകും. ഒരു രാജ്യത്തെ യുദ്ധമില്ലാതെ തന്നെ കീഴടക്കാൻ കഴിയുന്ന നിശബ്ദനായ വിനാശകാരി എന്നാണ് ഈ ആയുധത്തെ വിശേഷിപ്പിക്കുന്നത്. ആധുനിക സൈനികർ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ ആശ്രയത്വത്തെയാണ് ഉത്തര കൊറിയ തങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധങ്ങളിലൂടെ വെല്ലുവിളിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം പ്രവർത്തിക്കുന്ന ചിപ്പുകളെയും സർക്യൂട്ടുകളെയും കരിച്ചു കളയാൻ ഈ ആയുധങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജ്ജ തരംഗങ്ങൾക്ക് സാധിക്കും. സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയും സഖ്യകക്ഷികളെയും സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എത്ര വലിയ ആധുനിക ആയുധ ശേഖരം ഉണ്ടെങ്കിലും അവയുടെ തലച്ചോറായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകർന്നാൽ അവ വെറും ലോഹ കഷണങ്ങളായി മാറും എന്നതാണ് സത്യം. തന്ത്രപരമായ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോസോങ്-4 ബാലിസ്റ്റിക് മിസൈലുകളിൽ ക്ലസ്റ്റർ വാർഹെഡുകൾ ഘടിപ്പിച്ച പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് വിശാലമായ വിസ്തൃതിയിലുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ ഇതിലൂടെ സാധിക്കും. സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ ആഘാതമുണ്ടാക്കും. മിസൈലുകളുടെ ഗതി നിയന്ത്രണത്തിലും കൃത്യതയിലും ഉത്തര കൊറിയ കൈവരിച്ച പുരോഗതി ഇതിലും വ്യക്തമാണ്. ഇതോടൊപ്പം തന്നെ മൊബൈൽ ഷോർട്ട് റേഞ്ച് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പരീക്ഷിച്ചത് രാജ്യത്തെ വ്യോമ പ്രതിരോധം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ്. ഇത് ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും നേരിടാനുള്ള ഉത്തര കൊറിയയുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. ഉത്തര കൊറിയൻ പരീക്ഷണങ്ങളുടെ മറ്റൊരു പ്രധാന വശം അവയുടെ നിർമ്മാണ ചെലവാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ രാജ്യത്ത് തന്നെ ലഭ്യമായ കുറഞ്ഞ ചെലവിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ആയുധങ്ങൾ വികസിപ്പിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. ഇത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണ പാടവം ഉത്തര കൊറിയ കൈവരിച്ചിരിക്കുന്നു. ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആയുധങ്ങൾ വലിയ തോതിൽ നിർമ്മിച്ച് സൂക്ഷിക്കാനും അവർക്ക് സാധിക്കും. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ സൈനിക വളർച്ച തടയാനാവില്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഈ പരീക്ഷണങ്ങളുടെ സമയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത സൈനിക അഭ്യാസങ്ങളും ജപ്പാൻ ഉൾപ്പെടുന്ന പ്രതിരോധ സഖ്യങ്ങളും മേഖലയിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഉത്തര കൊറിയയുടെ ഈ തിരിച്ചടി. തങ്ങൾ കേവലം പ്രതിരോധത്തിലല്ലെന്നും ഏതുതരം ആധുനിക യുദ്ധത്തെയും നേരിടാൻ തയ്യാറാണെന്നുമുള്ള സന്ദേശമാണ് അവർ ലോകത്തിന് നൽകുന്നത്. ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ ശക്തി പ്രകടനങ്ങൾ അവരെ സഹായിക്കും. ഉത്തര കൊറിയയുടെ പുതിയ ആയുധ പരീക്ഷണങ്ങൾ ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ആധുനിക യുദ്ധക്കളം ഇനി വെറും മനുഷ്യബലത്തിന്റെ പോരാട്ടമല്ല, മറിച്ച് അത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഏറ്റുമുട്ടലാണ്. കാർബൺ ഫൈബർ ബോംബുകളും EMP ആയുധങ്ങളും യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റാൻ ശേഷിയുള്ളവയാണ്. ഈ മുന്നേറ്റങ്ങൾ പശ്ചിമേഷ്യയിലെയും പസഫിക് മേഖലയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ സാധ്യതയുമുണ്ട്. ലോകശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ഉത്തര കൊറിയ തങ്ങളുടേതായ ഒരു സ്ഥാനം ഇതിലൂടെ ഉറപ്പിച്ചു കഴിഞ്ഞു. സാങ്കേതികവിദ്യയുടെ പോരാട്ടത്തിൽ അവർ കൈവരിച്ച വേഗത വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്.